ഇന്ന് ഞാൻ കേപ്പിളിൻ എന്ന് പറഞ്ഞിട്ടുള്ള മത്സ്യത്തെക്കുറിച്ചാട്ടോ പറയുന്നത്. ഈ മീൻ ചെറുതാണെങ്കിലും ഗുണമേന്മയിൽ മറ്റു പല മീനുകളെയും കേപ്പിളിൻ മത്സ്യം വെല്ലും കേട്ടോ. കാനഡയിൽ അറ്റ്ലാന്റിക് പ്രവിശ്യകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഏകദേശം ഈ മീനിനെ പറ്റിയിട്ട് അറിയാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ മത്തി അതിൻ്റെയൊക്കെ ഏകദേശം ഒരു രൂപമാണ് ഈ ഒരു കേപ്പിളിൻ എന്ന് പറഞ്ഞ മത്സ്യത്തിനുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കേപ്പിളിൻ എന്ന് പറഞ്ഞിട്ടുള്ള മത്സ്യങ്ങൾ തിമിംഗലത്തിൻ്റെ ഭക്ഷണമാണ്, തിമിംഗലത്തിൻ്റെ ഇരയാണത്. തീരപ്രദേശങ്ങൾ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഈ കേപ്പിളിൻ വലിയ കൂട്ടമായിട്ടാണ് തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഈ ഒരു പ്രതിഭാസം നമ്മൾ കേപ്പിളിൻ റോൾ എന്നാണ് നമ്മൾ വിളിക്കുക. ഇത് എല്ലാ വർഷവും ഇത് വേനൽക്കാല സമയത്ത് ഈ കേപ്പിളിൻ റോൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. ചിലപ്പോൾ കുറച്ച് കിട്ടും, ചിലപ്പോൾ കൂടുതൽ കിട്ടും. അത് ഓരോ വർഷത്തെ സാഹചര്യം അനുസരിച്ച്. കേപ്പിളിൻ മത്സ്യത്തിന് ഒരു പ്രത്യേകതരം രുചിയാണ്. ഇത് നമുക്ക് വറുത്തോ കറി വെച്ചോ പീര വെട്ടിച്ചോ ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നതാണത്. ഒമേഗ 3 തൊട്ട് വൈറ്റമിൻ ഡി വരെയുള്ള പോഷകങ്ങളാൽ സമൃദ്ധമാണ് ഈ ചെറിയൊരു മത്സ്യം. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നിരവധി പോഷകങ്ങൾ ഈ മത്സ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനത്തിൽ ചെറിയൊരു ആരോഗ്യ ടിപ്പും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കേപ്പിളിൻ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കേപ്പിളിൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സമുദ്ര മത്സ്യമാണ്. അത് ഉത്തര അറ്റ്ലാന്റിക് പ്രദേശങ്ങളിലും ആർട്ടിക് പ്രദേശങ്ങളിലും ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ചെറിയ മീനായതിനാൽ ഇത് ഭക്ഷ്യ ശൃംഖലയിൽ താഴെയുള്ള സ്ഥാനത്താണത്. ചില മത്സ്യങ്ങളെ അപേക്ഷിച്ച് ഇതിൽ മലിനീകരണങ്ങളോ മെർക്കുറിയോ ഒക്കെ അതിൻ്റെ അളവ് കുറവായിരിക്കും ഇതിൽ. ഇനി ഇത് കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇത് ഹൃദയാരോഗ്യത്തിന് മെച്ചപ്പെട്ടതാണ്. കാരണം ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല രക്തത്തിലുള്ള ട്രൈഗ്ലിസറൈഡിനെ കുറയ്ക്കാനും ഒരു പരിധിവരെ ഇത് സഹായിക്കും. തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഓർമ്മയ്ക്കും ഒക്കെ ഇത് നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഡിയും ഫോസ്ഫറസും എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഉയർന്ന നിലവാരത്തിലുള്ള പ്രോട്ടീൻ ഇതിലുള്ളതുകൊണ്ട് ശരീരത്തിലെ കോശങ്ങളുടെ പുനർനിർമ്മാണത്തിന് ഈ മീനുകൾ സഹായിക്കും. ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്കും കണ്ണുകളുടെ ആരോഗ്യത്തിനും ഒക്കെ ഇത് നല്ലതാണ്. അയഡിൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിനെയും ഇത് സഹായിക്കും ഒരു പരിധിവരെ. വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഒരു പോഷക സമൃദ്ധമായൊരു ഭക്ഷണമാണ് ഈ ചെറിയൊരു മത്സ്യം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചെറിയൊരു മത്സ്യം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് കേൾക്കാം. നന്നായിട്ട് വേവിച്ചോ പാകം ചെയ്തോ മാത്രം ഇത് കഴിക്കുക. ഉപ്പ് കൂടുതലുള്ള ഉണക്കമീൻ പതിവായിട്ട് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. മീനിൻ്റെ അലർജി ഉള്ളവർ, ഏതെങ്കിലും തരത്തിൽ അലർജി ഉള്ളവർ ഇത് കഴിക്കരുത്. നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മത്സ്യം നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മത്സ്യം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് അത് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫ്രഷായിട്ട് കിട്ടിയതുകൊണ്ട് ഈ കേപ്പിൾ നന്നായിട്ട് ഫ്രൈ ചെയ്താണ് നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ എപ്പോഴും ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ നമ്മൾ ഇത് കറി വെച്ചോ പീര വറ്റിച്ചോ ഒക്കെ കഴിക്കുന്നതാണ് ഇത് കുറച്ചും കൂടെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ളത്. ശരിക്കും ഈ ഒരു മീനിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. 15-20 സെൻറ്റിമീറ്റർ മാത്രമുള്ള ഈ ചെറിയൊരു മത്സ്യം നമ്മുടെ നാട്ടിലെ അയില, മത്തി, നത്തോലി, അപ്പോൾ ഈ മീനുകളെ പോലെയൊക്കെ ഇതിനെപ്പോലെ കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന മീനുകളാണ് ഇതെല്ലാം. പല രാജ്യങ്ങളിലും ഈ ഒരു മത്സ്യത്തെ ഭക്ഷണമായിട്ടും ഫിഷ് ഓയിൽ ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ വീഡിയോകളിൽ, പ്രത്യേകിച്ച് ലൈവ് വീഡിയോകളിൽ ഞങ്ങൾ കേപ്പിളിൻ മീനിനെ പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നല്ലൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെയുള്ളവർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഈ ചെറിയൊരു മീനിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ലൈവായിട്ടുള്ള ഒരു മീനിനെ കൈകൊണ്ട് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു, നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണത്. കുട്ടികളിത് കൗതുകവും സന്തോഷവും നമ്മളൊരു കൂട്ടായ്മയൊക്കെ ഉണർത്തുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ചെറിയ മീനായിട്ടുള്ള നമ്മുടെ ഈ കേപ്പിളിൻ ഇത് വളരെ ചെറുതും 15-20 സെൻറ്റിമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ മീനാണ്. ഇത് തണുത്ത കടൽ ജലത്തിലാണിത് കൂടുതലായിട്ടും ഇത് കാണപ്പെടുന്നത്. ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് വളരെയധികമായിട്ട് കാണപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പോഷക സമൃദ്ധമാണിത്. വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, സെലനിയം, അയഡിൻ തുടങ്ങിയ പോഷകങ്ങൾ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നാട്ടിലൊക്കെ സാധാരണയായിട്ട് നമ്മൾ കപ്പയും മീനും ഒക്കെ നമ്മൾ കഴിക്കും. ഇപ്പോൾ കപ്പയ്ക്ക് പകരം എനിക്ക് മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് വേവിച്ചെടുത്തു. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ മീൻ കൊടുത്തു, ഫ്രൈ ചെയ്ത ഫിഷ് കൊടുത്തു. ഞാൻ ഇതിൻ്റെ കൂടെ ചമ്മന്തിയും കൂടെ ഇട്ട്, എനിക്ക് ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേപ്പിളിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈവ് കാണാത്തവർ പോയി ലൈവ് കണ്ടോളൂ കേട്ടോ.
അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം.